വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ നൂർജഹാൻ. അപ്പം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഡേ ഔട്ടാണ് കേട്ടോ, ഒരു മിനി വ്ളോഗാണ്. അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകാൻ വേണം. അപ്പം അതിൻ്റെ അടുത്തായിട്ടുള്ള നമ്മളൊരു ഇത്തയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ, ഒരു ലേഡീസ് സ്റ്റോൾസ് ഉണ്ട്. അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറണം കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ദേ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്, ഹെൽമെറ്റൊക്കെ വെച്ച് ദേ മുടിയൊക്കെ ഫ്രണ്ടിലിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഉമ്മതേ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്നെ യാത്ര അയക്കാനായിട്ട്. അപ്പം ഞാൻ നോക്കുന്നുണ്ട്, നമ്മ വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പൊ വീഡിയോ എടുക്കണതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ നൈസായിട്ട് നോക്കണുണ്ട് ഉമ്മാന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പൊ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഉമ്മാന്റെ റിയാക്ഷൻ ഒക്കെ കണ്ടിട്ട്. നേരെ വണ്ടി എടുത്തിട്ട് ഇതേ പോവാണ് കേട്ടോ ഗൈസ്. നേരെ ഫോട്ടോ വെച്ചിക്കാണ്, വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല തിരക്കൊന്നുമില്ലാത്ത റോഡ്. പിന്നെയാണ് ഞാൻ ആ സംഭവം മനസ്സിലാക്കുന്നത് ഗൈസ്, വണ്ടിയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ നേരെ പെട്രോൾ പമ്പിൽ വിട്ട് പെട്രോൾ അടിച്ചു. പിന്നെ അതേ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഷോപ്പ് വന്നിട്ട്. ഷോപ്പിന്റെ പേര് വന്നിട്ട് മെഹന്തി സ്റ്റോഴ്സ് എന്നാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഇതിൻ്റെ അകം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇതാണ് ഞാൻ ഞാൻ അപ്പൊ ബാക്കിൽ നിൽക്കുന്നതാണ് ഈ കടയുടെ ഓണർ. ഓണർ മീൻസ് ഓണർ. ആ അപ്പം പുള്ളിക്കാരത്തി ഈ ക്യാമറയിലൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് അങ്ങനെയൊക്കെ നിക്കുന്നത് കേട്ടോ. ഒന്നും മൈൻഡ് ആക്കണ്ട, നമുക്ക് നമ്മളെ വീഡിയോ കിട്ടിയല്ലോ, അത് മതി. അപ്പം ഇതാണ് നമ്മളെ ഷോപ്പ്. നല്ല നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലൊക്കേഷൻ വന്നിട്ട് കുന്നുംപുറം ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് നേരെ ചായ കുടിക്കാൻ പോയി. പുള്ളിക്കാരത്തി എന്നെ ഇളക്കി 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 ചായ കുടിക്കാൻ വിളിച്ച്. അപ്പൊ ഈവനിങ് ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുന്നുംപുറത്ത് തന്നെയുള്ള ഗർഭിണിപ്പാലം എന്നുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ വന്ന് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചായയും പിന്നെ സ്നാക്സും ആണ് കഴിച്ചത്. സ്നാക്സിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. അപ്പം സൂപ്പറായിരുന്നു. ഞാൻ ഓൾറെഡി ഡയറ്റിംഗ് ആയിരുന്നു, എന്നാലും പിന്നെ നമ്മളിങ്ങനെ ഒരു കമ്പനിക്ക് ഇങ്ങനെ ആള് വരുമ്പോൾ നമ്മ ഇങ്ങനെ കൂടാതിരിക്കണ ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കഴിച്ച്. അപ്പം നമ്മൾ ഓട്ടോയ്ക്കാണ് കേട്ടോ വന്നത്. ഓട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത്തവണ മോളുടെ ഫ്രണ്ടിൻ്റെ ബ്രദറായിരുന്നു കേട്ടോ ഓട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഷോപ്പിലേക്ക് വന്നു. അവിടെ ടെറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടു. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഇതാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മ വെള്ളമൊക്കെ കാണാനായിട്ട് എങ്ങനെ നടന്ന ഇങ്ങനെ കത്തി. അപ്പത്തേക്കും സൂര്യന്റെ വഴിക്കൊക്കെ പോയി തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ നടന്ന് കുറച്ച് കാറ്റും കുറച്ച് വെളിച്ചവും കുറച്ച് കാക്കകളെയും കുറച്ച് എന്താ പറയുക നല്ല നല്ല ഒഴുകുന്ന വെള്ളമൊക്കെ കണ്ട് നല്ല മതിമറന്ന് നിന്ന് പോയി ഗൈസ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ളവരെന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനും കൂടി എനിക്കുണ്ടായിരുന്നു ഗൈസ്. എനിവേ ഞാൻ ആരെയും നോക്കിയൊന്നുമില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നല്ല, നമ്മളോടാണ്. പിന്നെ ഞാനവിടെ കുറെ നേരം കത്തിയൊക്കെ വെച്ച് ഒറ്റയ്ക്ക് കത്തി വെച്ചു. എന്ത് പറയാനാ, ആരും ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു ദുഃഖം. അങ്ങനെ ഇങ്ങനെ ആടിപ്പാടിയൊക്കെ ഇരുന്ന് നടന്ന് ഉല്ലസിച്ച് അപ്പോഴത്തെ നമ്മ മുന്നേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ കഴിച്ച് പൈനാപ്പിളും മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പം നേരെ പൈനാപ്പിൾ കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നല്ല എരിവിട്ട പൈനാപ്പിൾ, മധുരമുള്ള പൈനാപ്പിൾ കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഉപ്പിലിട്ടതായിരുന്നെങ്കിൽ നല്ല മധുരമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കപ്പലണ്ടിയും കൂടി വാങ്ങിച്ച്. ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ കപ്പലണ്ടി കട ഉണ്ടായിരുന്നു. ആ ചേട്ടന് വിഷമം ഉണ്ടല്ലോ ഒരു കപ്പലണ്ടിയും വാങ്ങിച്ച് അതും വാങ്ങിച്ച് ഇങ്ങനെ നടന്നു തിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളല്ല ഞാൻ അവിടെ ഒരു കല്ലിൻ്റെ സൈഡായിട്ട് ഞാൻ ഇരിപ്പിടം ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ തിരമാലകളൊക്കെ ഇങ്ങനെ എണ്ണി ഇരുട്ടാക്കി ഗായ്സ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്നേ. ഈ ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകും, ചിലവർക്ക് മനസ്സിലാവത്തില്ല. കാരണം പുള്ളി ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഗൈസ്. അല്ല, ഫോട്ടോഗ്രാഫർ അല്ലല്ലോ, സോറി, ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആയിരുന്നേ. പുള്ളി നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഫോട്ടോ വരച്ച് തന്ന്.
പുള്ളി ഇങ്ങനെ ഇവന്റില് മീൻസ് കല്യാണ പരിപാടിയിലും കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്ന അതാട്ടോ. അപ്പം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. വരക്കുന്ന സമയം കൊണ്ട് അപ്പൊ ഒത്തിരി സംസാരിച്ചു, ഭയങ്കര കമ്പനിയായി. പിന്നെ രണ്ടൊന്ന് സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ട് നേരെ വീട്ടിലെത്തി. നല്ല മഴയുണ്ടായിരുന്നു, നനഞ്ഞ് കുളിച്ച് വീടെത്തി. അപ്പൊ ഇത്രയുള്ള